വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വൈവിധ്യങ്ങളായ വൈജാത്യങ്ങളുടെയും പേരിൽ ലോകത്തിന്റെ തെരുവുകളിൽ അറേബ്യയുടെ മണലാരണ്യത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന സമൂഹം കന്നുകാലികളെ പോലെ അടിമച്ചന്തകളിൽ നിന്ന് കൈമാറപ്പെടുന്ന മജ്ജയുള്ള രക്തമുള്ള മനുഷ്യക്കോലങ്ങളെ സ്വാർത്ഥംപരിയായ മുതലാളി കുത്തകകൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സമ്പൂർത്തീകരണത്തിന് വേണ്ടി തന്നെ പോലെ മജ്ജയുള്ള മാംസമുള്ള രക്തമുള്ള മനുഷ്യമക്കളെ വേട്ടയാടുകയും കന്നുകാലികളെ പോലെ അടിമച്ചന്തയിൽ വിൽപ്പനക്ക് വെക്കുകയും ചെയ്തപ്പോൾ അക്രമകാരികളായ മുതലാളിമാരുടെ ക്രൂരമായ പീഡനങ്ങളും അവരുടെ ചാട്ടവാർ അടികൊണ്ട് ക്രൂരമായി പുളയുകയും ചെയ്ത അറേബ്യൻ മണലാരണ്യത്തിൽ ആയിരക്കണക്കിന് അടിമകൾ പ്രവാചകന്റെ ഈ സന്ദേശം ഏറ്റെടുക്കുകയായിരുന്നു. ജനിക്കാൻ പോലും ജനിച്ച് ജന്മസ്വാതന്ത്ര്യം അനുഭവിച്ചറിഞ്ഞ് ലോകത്തേക്ക് കടന്നു വന്ന സ്ത്രീ ജന്മങ്ങൾ, ആ സ്ത്രീ ജന്മങ്ങളെ ജീവനോടെ കുഴിമാടങ്ങളിലേക്ക് കാട്ടിത്തെളിച്ച സമൂഹത്തോട് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയുള്ള വിവിധങ്ങളായ പീഡിത ജനവിഭാഗത്തിന്റെ കണ്ണുനീരൊപ്പിക്കടന്നു വന്നു. അവരോടൊക്കെയും വിവിധങ്ങളായ അനാവശ്യമായ തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും അതുപോലെ അക്രമങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ ആ സമൂഹത്തോട് റസൂലുള്ള പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ആദമാകുന്ന ആണിൽ നിന്ന് ഹവ്വയാകുന്ന പെണ്ണിൽ നിന്ന് പിറവിയെടുക്കുകയും ജന്മം കൊള്ളുകയും ചെയ്ത മനുഷ്യമക്കളല്ലയോ നിങ്ങൾ? എന്തിനീ അറേബ്യയുടെ തെരുവീതികളെ അനാവശ്യമായ തർക്കങ്ങൾ ഉതിർത്തുവിട്ട് മനുഷ്യന്റെ കബദ്ധങ്ങളെ കൊണ്ടും തലയോട്ടികളെ കൊണ്ടും എന്തിന് നിങ്ങൾ അമ്മാനമാടുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ച ചോദ്യം മസ്തിഷ്കം മരവിച്ചു പോകാത്ത, ബുദ്ധി പറ്റിപ്പോകാത്ത മനുഷ്യമക്കളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ, മക്കായുടെ മണൽ ഭൂമികളിൽ പ്രവാചകന്റെ സന്ദേശത്തിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയത്. ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് ലോകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്യരും പടിഞ്ഞാറുകാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്. എണ്ണഭൂമികളിൽ ഇറ്റി വീണ രക്തത്തുള്ളികളിൽ നിന്നും പോർക്കളങ്ങളിൽ മിന്നൽ പിണറുകൾ സൃഷ്ടിച്ച വാൾത്തലപ്പുകളിൽ നിന്നുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധനം പ്രവാചകൻ പൂർത്തീകരിച്ചത് എന്ന ചില ചരിത്രത്തിലെ അല്പജ്ഞാനികളും ചരിത്രത്തെ പച്ചയായി വ്യഭിചരിക്കുന്ന യൂറോപ്യരും കണ്ടമിടറുമാർ ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകന്റെ ചരിത്രമൊന്ന് വായിക്കണം. സ്നേഹസമ്പൂർണമായ സന്ദേശമാണ് അറേബ്യയെ ഇളക്കിമറിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മുഹാജിറുകളായി മക്ക രാജ്യത്തു നിന്ന് ജന്മനാടിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അഭയാർത്ഥികളായി കടന്നുപോയ മുഹാജിറുകൾ, ആ മുഹാജിറുകൾ മദീനയുടെ ചരൽക്കുന്നുകൾ ഇറങ്ങി മദീന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ജനവിഭാഗം അഭിമുഖീകരിച്ച ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. നാടും വീടും തോട്ടവും തൊഴിലും കച്ചവടവും വ്യാപാരവും ഒക്കെ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം ഏറ്റെടുത്ത് പ്രവാചകന്റെ സന്ദേശം ആവാഹിച്ചെടുത്ത് ജന്മനാടിനോട് യാത്ര പറഞ്ഞ മുഹാജിറുകൾ അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ ചെല്ലുമ്പോൾ എന്തായിരുന്നു സാഹചര്യം? എങ്ങനെ മദീനയിൽ പ്രവാചകനെ അവിടെയുള്ള ജനസന്തതികൾ സ്വീകരിച്ചു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഔസ് ഖസ്റജി എന്ന് പറയുന്ന ഒരു തറവാട്ടിലെ വിവിധങ്ങളായ രണ്ട് ഗ്രൂപ്പുകാർ ആ മദീനയിൽ അനാവശ്യമായ തർക്കങ്ങളും പോരാട്ടങ്ങളും യുദ്ധഭൂമികളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഔസിലെയും ഖസ്റജിലെയും വലിയ വലിയ നേതൃത്വങ്ങളും ആ ബാലവൃദ്ധം ജനസമൂഹവും അനാവശ്യമായ യുദ്ധമുഖങ്ങളിൽ പെട്ടുകൊണ്ട് ക്രൂരമായി കശാബ് ചെയ്യപ്പെടുകയും യമപുരിക്കയക്കപ്പെടുകയും ചെയ്ത ഒരു പ്രഭാതത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് കടന്നു ചെന്നു. ആ പ്രവാചകൻ പറഞ്ഞത്, ജനങ്ങളെ, കുല്ലുക്കും മിൻ ആദം ആദമു മിൻ തുറാബ്, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. ആദമ് കേവലം മണ്ണിൽ നിന്ന് പിറവിയെടുത്തവരുമാണ്. അതുകൊണ്ട് മറ്റുള്ള വൈജാത്യങ്ങളോ വിഭാഗീയതയോ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മനസ്സുകളിൽ, നിങ്ങളുടെ അതിർത്തികളിൽ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ, നിങ്ങളുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ ഇളക്കാനും മറിക്കാനും തകർക്കാനും കഴിയാത്ത മതിൽക്കെട്ടുകളാകാൻ പാടില്ലെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ മദീന നിവാസികൾ ആ സന്ദേശം ഏറ്റെടുത്തു. എന്തുകൊണ്ട്? മക്കായിലെ അടിമകളും സ്ത്രീ സമൂഹവും തത്തുല്യരായ പീഡിത ജനവിഭാഗവും കൊതിച്ചത് പ്രവാചകൻ നൽകിയതുപോലെ മദീന നിവാസികൾക്കും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യുദ്ധക്കെടുതികളിൽ നിന്നുള്ള വിമോചനമായിരുന്നു ആവശ്യം. അള്ളാഹുവിന്റെ റസൂൽ അതായിരുന്നു അവരോട് പറഞ്ഞതും. ഇസ്ലാമാകുന്ന പാർശ്വത്തിൽ, ഇസ്ലാമാകുന്ന സന്ദേശത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ പള്ളിയിൽ
അനാവശ്യമായ പോരാട്ടം നടത്തിയ വാൾത്തലപ്പ് കൊണ്ട് മാത്രം സംവദിച്ച ആയുധങ്ങളെ കൊണ്ടെന്നായിരുന്നു ചരിത്രം പിന്നീട് അവരെ വിളിച്ചത്. ആരാണ് അൻസാറുകൾ, എന്താണ് അൻസാറുകൾ എന്ന് സംബോധിതരാകാൻ അവർ അർഹരായത്? സമ്പൂർണരായ സഹായികൾ എന്ന അപരനാമത്തിലും സംബോധനത്തിലും അവർ ലോകത്തറിയപ്പെട്ടു എന്ന് മാത്രമല്ല, നാടും വീടും വിട്ട് ഭാര്യയും കുടുംബവും ഒഴിവാക്കി ഇസ്ലാമിക പ്രബോധനത്തിന്റെ ത്യാഗസമ്പൂർണമായ ത്യാഗസുരഭിലമായ തീർത്ഥയാത്രക്ക് ആ മുഹാജിറുകൾ സന്നദ്ധരാവുകയും മദീനയിലെത്തുകയും ചെയ്തപ്പോൾ ആ നിഷ്കളങ്കരായ സ്വഹാബിമാർ അൻസാറുകൾ അവർ ചെയ്തതെന്താണ്? സ്വന്തം വീടുകളിൽ ഒരു റൂം തന്റെ സഹയാത്രികന്, സഹപ്രവർത്തകന്, സഹചാരിക്ക് കൈമാറിയ അൻസാറുകൾ 2 ഭാര്യമാരിൽ ഒരു ഭാര്യയെ തൊലാഖ് ചൊല്ലി തന്റെ സഹോദരന് നിക്കാഹ് ചെയ്തു കൊടുത്ത ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ത്യാഗ മനോഭാവത്തിന്റെ ഉടമകളായി മാറി. ഞാൻ പറഞ്ഞത് ഇതായിരുന്നു ഇസ്ലാമിന് എക്കാലത്തും വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയത്. ഈ ഒരു സന്ദേശം, ആ സന്ദേശം ഇസ്ലാമിന്റെ തൗഹീദിനെ ഏറ്റെടുക്കാൻ ആ സമൂഹത്തിന് ശക്തിയും പ്രചോദനവും കൊടുക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കേരളം എന്ന് പറയുന്ന കൊച്ചുമണ്ണ്, ആ കേരളത്തിന്റെ കൊച്ചു കടൽ തീരം, ആ കടൽ തീരം ഇസ്ലാമിക സാർത്ഥവാഹക സംഘമായ സയ്യിദുന മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനെ എന്തുകൊണ്ടാണ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്? കുമാരനാശാൻ അതിനു മറുപടി പറയുന്നുണ്ട്. തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ദുരന്ത മുഖങ്ങൾ പേറിക്കൊണ്ടിരുന്ന ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾ, പറയനും പുലയനും ചെറുമനും തത്തുല്യരായ പിന്നോക്ക ജനവിഭാഗങ്ങളും അവരൊക്കെയും പടക്കപ്പെട്ടത്, അവരൊക്കെയും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ നീചമായ ശാരീരിക ഭാഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ദലിതനും, ഈ രാജ്യത്തെ അധസ്ഥിതനും, ഈ രാജ്യത്തെ ചെറുമനും, ഈ രാജ്യത്തെ പുലയനും അമ്പലക്കുളത്തിലേക്ക് കടക്കാനോ അമ്പലത്തിൽ പ്രവേശിക്കാനോ വേദഗ്രന്ഥം തൊടാനോ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ മാലിക് ദീനാറും അനുചരന്മാരും കേരളത്തിന്റെ കടൽക്കരയിൽ കടന്നു വന്ന് ഇസ്ലാമിന്റെ സന്ദേശം പറഞ്ഞു. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളൊക്കെ മണ്ണിൽ നിന്നുള്ളവരാണ്. അടിസ്ഥാനപരമായി ആദമിൽ നിന്ന് പിറവിയെടുത്ത നിങ്ങളുടെ അടിസ്ഥാന സ്രോതസ് മണ്ണാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ സവർണരും കീഴ്ജാതിക്കാരും പിന്നോക്കക്കാരും ദലിതരുമൊക്കെ ആ ഒരു സന്ദേശത്തിൽ സമത്വം അനുഭവിക്കുകയായിരുന്നു. കുമാരാശനൻ പറഞ്ഞില്ലേ, ഒരാള് ഒരു സുപ്രഭാതത്തിൽ പൊന്നാനിയിൽ പോയി തൊപ്പിയിട്ട് ഇസ്ലാം സ്വീകരിച്ചു വന്നാൽ അതുവരെ സ്വന്തം മതത്തിന്റെ വേദഗ്രന്ഥം തൊടാൻ കഴിയാത്തവർ, അമ്പലക്കുളത്തിൽ കടക്കാൻ കഴിയാത്തവരും അമ്പലത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവർ, അവർ ആ മുസ്ലിം പള്ളിയുടെ അതിപ്രധാനമായ പരിശുദ്ധ മിഹ്റാബിന്റെ അകത്തളത്തിൽ പോലും നമസ്കരിക്കാനും ഏത്തിക്കാഫിരിക്കാനുമുള്ള അവസ്ഥാവിശേഷങ്ങളിലേക്ക്, ഉന്നതികളിലേക്ക്, ഉദാത്തമായ ചുറ്റുപാടുകളിലേക്ക് ഇസ്ലാമിന്റെ കരം ഗ്രഹിച്ച മാലിക് ദീനാറിന്റെ കൈത്തലം സ്വീകരിച്ച പ്രവാചകന്റെ സന്ദേശം പുകർന്ന മനുഷ്യർക്ക് സാധിക്കുമെന്ന് ഈ ഒരു സന്ദേശം, ആ ഒരു സന്ദേശമല്ലേ സഹോദരങ്ങളെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ വാളില്ലാതെ, ആയുധമില്ലാതെ, ആൾബലമില്ലാതെ, ആയുധമുഷ്കില്ലാതെ ഈ കേരളത്തിലേക്ക് കടന്നു വന്നവർ ആർത്തലച്ചുലച്ചുയരുന്ന തിരമാലകളോട് അടരാടി കേരളത്തിലേക്ക് യാത്ര തിരിച്ച ആ സാർത്ഥവാഹക സംഘം കൈമുതലായി അവരുടെ കൈവശം എന്തുണ്ടായിരുന്നു? ഒന്നുമില്ല. ഒഴിഞ്ഞ കൈകളും നിഷ്കളങ്കമായ മനസ്സും വിശുദ്ധമായ സന്ദേശവുമായിരുന്നു ആ സ്വഹാബത്തിന്റെ കൈത്തലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സന്ദേശം സ്വീകരിക്കാൻ ആയുധമില്ലാഞ്ഞിട്ട് പോലും, അനുയായികളില്ലാഞ്ഞിട്ട് പോലും കേരളീയ സമൂഹം സന്നദ്ധമാവുകയായിരുന്നു. ഈ പ്രദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളോട് വിനയത്തോടൊരു ചോദ്യം ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ആ മാലിക് ദീനാർ നേടിയ പ്രബോധന വിജയം, പിൻതലമുറക്കാർ നേടിയ പ്രബോധന വിജയം ഇന്നത്തെ ചുറ്റുപാടിൽ എന്തുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നില്ല? ഏത് കാലഘട്ടത്തിൽ സ്വീകരിക്കാൻ ആളുകളില്ല, പ്രഭാഷണം നടത്താൻ വേദികളില്ല, സമ്മേളനം നടത്താൻ, ആ സമ്മേളനത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ, അതിന്റെ പ്രചാരണം ഏറ്റുപിടിക്കാൻ, അതിന് വാഹനം ബുക്ക് ചെയ്ത് വണ്ടി കയറാൻ അനുയായികളില്ലാതിരുന്നൊരു കാലത്ത് പത്രങ്ങളും പത്രമാസികകളും